നമസ്കാരം. തെന്നാലി രാമൻ കഥകളിലെ 9ാമത്തെ കഥ. ആ ചിത്രകാരൻ്റെ കരവിരുത് ഒന്ന് പ്രത്യേകമായിരുന്നു. ആ സിദ്ധി മുഴുവനും അയാൾ ഉപയോഗിക്കുകയാണ്. എവിടെ? കൃഷ്ണദേവരായർ പുതുതായി പണി കഴിപ്പിച്ച സൗധത്തിൽ. ഭിത്തിച്ചിത്രങ്ങളാണ് ചിത്രകാരൻ വരയ്ക്കുന്നത്. രാമായണത്തിലെയും മറ്റും സംഭവങ്ങൾ ചിത്രത്തിലൂടെ ഭിത്തിയിൽ പകർത്തണം. അതായിരുന്നു ചക്രവർത്തിയുടെ നിർദ്ദേശം. എന്തൊരു വടിവാണ്! വർണ്ണപ്പൊലിമയാണ് ചിത്രങ്ങൾക്ക്. എല്ലാം ആദ്യമായി ആസ്ഥാന വിദ്വാൻമാരെ കാണിക്കുകയാണ് ചക്രവർത്തി. എന്താ, എങ്ങനെയുണ്ട്? അദ്ദേഹം ചോദിച്ചു. എല്ലാവരും ചിത്രങ്ങളെ അങ്ങേയറ്റം പുകഴ്ത്തി, രാമനൊഴിച്ച്. ഒരു കഥാപാത്രത്തിൻ്റെ മുഖം, അതിൻ്റെ ആകർഷണീയത ഒന്ന് പ്രത്യേകമായിരുന്നു. എല്ലാവരും ആ മുഖത്തിൻ്റെ ചിത്രത്തെ വളരെ നേരം നോക്കി നിന്നു. മുഖത്തിൻ്റെ ഇടതുഭാഗമാണ് ചിത്രകാരൻ വരച്ചിരിക്കുന്നത്. തിരുമേനി, ആ മുഖത്തിൻ്റെ വലതുഭാഗം എവിടെ? അത് കാണുന്നില്ലല്ലോ. രാമൻ പറഞ്ഞു. അത് ഭാവന ഉപയോഗിച്ച് കാണേണ്ടതാണ്. നിങ്ങളുടെ ഭാവന വളരെ മോശം. അതുകൊണ്ടാണ് നിങ്ങൾ മുഖത്തിൻ്റെ മറുവശം കാണാത്തത്. ചക്രവർത്തി അല്പം മുഷിച്ചിലൂടെ പറഞ്ഞു. അതങ്ങനെ മനസ്സിൽ വെച്ച് സൂക്ഷിച്ചു രാമൻ. ചക്രവർത്തിക്ക് നല്ലൊരു തിരിച്ചടി കൊടുക്കണം. അതിനുള്ള പദ്ധതി ആലോചിച്ചിട്ടുമുണ്ട്. വളരെ ദിവസങ്ങൾ കഴിഞ്ഞ് രാമൻ ആ പദ്ധതി പ്രയോഗത്തിൽ വരുത്തി. തിരുമേനി, എനിക്ക് കുട്ടിക്കാലത്തെ ചിത്രമെഴുത്തിൽ വാസനയുണ്ടായിരുന്നു. കഴിഞ്ഞ അനേക വർഷങ്ങളായി ഞാൻ രാപ്പകൽ ചിത്രകല പരിശീലിക്കുകയാണ്. അവിടുത്തെ മറ്റൊരു കൊട്ടാരത്തിൻ്റെ ഭിത്തികളിൽ ഞാൻ കുറേ ചിത്രങ്ങൾ വരയ്ക്കാം. പക്ഷേ ജോലി തീർന്നതിന് ശേഷമേ മറ്റുള്ളവർ വന്ന് കാണാൻ പാടുള്ളൂ, രാമൻ പറഞ്ഞു. ചക്രവർത്തിക്ക് സമ്മതമായി. ഒരു കൊട്ടാരത്തിൽ ഭിത്തി ചിത്രങ്ങളില്ല. ആ കൊട്ടാരത്തിൽ ചിത്രങ്ങൾ വരയ്ക്കാം. അതിന് രാമന് അനുമതി നൽകി അദ്ദേഹം. 4-5 ആഴ്ചകൾ കഴിഞ്ഞു. തിരുമേനി, എൻ്റെ പണി പൂർത്തിയായിരിക്കുന്നു. അവിടുന്ന് മറ്റുള്ളവരും വന്ന് കാണണം. രാമൻ ക്ഷണിച്ചു. എല്ലാവരുമായി ആ കൊട്ടാരത്തിലേക്ക് പോയി. ഭിത്തികൾ നിറയെ ചിത്രങ്ങളുണ്ട്, ശരി തന്നെ. പക്ഷേ എന്തിൻ്റെ ചിത്രങ്ങൾ? മനുഷ്യ ശരീരത്തിലെ കാലുകൾ ഒരു ഭിത്തിയിൽ, പലമാതിരിയുള്ള കൈകൾ വേറൊരു ഭിത്തിയിൽ, വലുതും ചെറുതുമായ ചെവികൾ ഇനിയും ഒരു ഭിത്തിയിൽ. എന്തിനു പറയുന്നു, എല്ലാ ശരീരഭാഗങ്ങളുമുണ്ട്. ചിത്രമില്ലാത്ത ഒരൊറ്റ ഭിത്തി അവശേഷിച്ചിട്ടില്ല. പൂർണ്ണമായ ശരീരത്തിൻ്റെ ചിത്രം ഇല്ല താനും. രാമ, ഇതെന്താ ഇങ്ങനെ? വെറും അവയവങ്ങൾ കൊണ്ട് എന്ത് കാര്യം? ശരീരം മുഴുവൻ വരയ്ക്കാത്തതെന്ത്? ചക്രവർത്തി നീരസത്തോടെ ചോദിച്ചു. തിരുമനസേ, അവിടുത്തെ ഭാവന ഉപയോഗിച്ച് അത് കണ്ടുകൊള്ളണം, രാമൻ പ്രതിവചിച്ചു. അപ്പോഴാണ് ചക്രവർത്തിക്ക് അത് മനസ്സിലായത്. താൻ മുമ്പ് രാമന് ഭാവനയില്ലെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് തനിക്ക് രാമൻ തന്ന തിരിച്ചടി. അദ്ദേഹത്തിന് അല്പം മനപ്രയാസം തോന്നി, മാത്രമല്ല ദേഷ്യവും. രാമൻ കൊട്ടാരം മുഴുവൻ അലങ്കോലപ്പെടുത്തിയിരിക്കുന്നു. രാമൻ്റെ തല വെട്ടട്ടെ, അദ്ദേഹം ആക്രോശിച്ചു. 2 ഭടന്മാർ രാമനെ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോയി. ആ 2 പേരും ആരായിരുന്നുവെന്നോ? മുമ്പ് രാമൻ അടിയിൽ പാതി സമ്മാനിച്ചവർ. അന്നു മുതൽ അവർക്ക് രാമനോട് വൈരാഗ്യം തോന്നിയിരുന്നു. അത് തീർക്കാനുള്ള അവസരം ഇതാ കിട്ടിയിരിക്കുന്നു. ഹേ രാമ, മരിക്കുന്നതിന് മുമ്പ് വല്ല ആഗ്രഹവുമുണ്ടോ? ഒരുവൻ ചോദിച്ചു. ഒരാഗ്രഹമുണ്ട്. എന്താണത്? എനിക്ക് നെഞ്ചോളം വെള്ളത്തിലിറങ്ങി നിന്ന് പ്രാർത്ഥിക്കണം. അതെന്തിന്? മരിച്ചതിന് ശേഷം സ്വർഗം കിട്ടാൻ. ശരി, സമ്മതിക്കാം. പക്ഷെ നിങ്ങൾ ഓടിപ്പോകാനൊന്നും തുനിയരുത് കേട്ടോ. അയ്യോ, ഞാനൊരു പാവമല്ലേ. രാമ, നിങ്ങളാണോ പാവം? കൊള്ളാം. ഹേ ഭടപ്രമാണി, ഞാൻ എന്തെങ്കിലും ഒരൊച്ച പുറപ്പെടുവിച്ചാൽ ഒന്നനങ്ങിയാൽ എൻ്റെ തല വെട്ടിക്കൊള്ളണം. ഭടന്മാർ രാമനെ ഒരു കുളത്തിലേക്ക് കൊണ്ടുപോയി. 3 പേരും നെഞ്ചോളം വെള്ളത്തിൽ ഇറങ്ങി നിൽപ്പായി. രാമൻ നടുവിൽ. ഭടന്മാർ വാളൂരിപ്പിടിച്ച് ഇരുവശങ്ങളിലും. വളരെ നേരം അങ്ങനെ നിന്നു. ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയാണ് രാമൻ. നോക്കി നിന്നവർക്ക് മുഷിച്ചിലുണ്ടായി. പൊടുന്നനെ അതുണ്ടായി. രാമനൊന്ന് മുങ്ങി. ഭടന്മാർ രാമൻ നിന്നിടത്ത് വെട്ടി. വെട്ടുകൾ പരസ്പരമേറ്റു. 2 ശിരസുകൾ വെള്ളത്തിൽ പതിച്ചു. 3ാമത്തെ ശിരസ് രാമൻ്റെ വകയാണ്. ആ ശിരസ് സ്വശരീരത്തിൽ ചേർന്നിരുന്നു. ചക്രവർത്തിയുടെ മുമ്പിലെത്തി. തിരുമേനി, കൊട്ടാരത്തിലെ ഭിത്തികൾ അലങ്കോലപ്പെട്ടു, ശരി തന്നെ. പക്ഷേ അങ്ങ് ഒരു മനുഷ്യൻ്റെ ജീവനേക്കാൾ ഭിത്തിക്ക് വില കൽപ്പിച്ചു.
ഇനിയെങ്കിലും ആ മനസ്ഥിതി മാറ്റിയാൽ നന്നായിരുന്നു, അയാൾ ഉപദേശിച്ചു. ചക്രവർത്തി പറഞ്ഞു, രാമ, നിങ്ങളുടെ സാമർഥ്യത്തെയും ബുദ്ധിശക്തിയെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഞാനിതാ നിങ്ങൾക്ക് മാപ്പ് തരികയാണ്. കുറേ സ്വർണ്ണ നാണയങ്ങൾ നിങ്ങൾക്ക് തരാൻ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനിമേൽ കുസൃതിയൊന്നും കാണിക്കരുത് കേട്ടോ. തീർച്ചയായും ഞാൻ ഇനി കുസൃതി കാണിക്കില്ല, രാമൻ വാഗ്ദാനം ചെയ്തു. പക്ഷേ വാഗ്ദാനം പാലിക്കണമെന്നുണ്ടോ? നന്ദി.